കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ റിപ്പോർട്ടറിലൂടെ സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലാണ് നിർണായകമായത്. കേസിൽ 8ാം പ്രതി നടൻ ദിലീപിന്റെ പങ്ക് കൂടുതൽ വ്യക്തമാക്കുന്നതായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ. കൃത്യം നടത്തിയ പൾസർ സുനി ദിലീപിന്റെ ആലുവയിലെ വസതിയിലെത്തിയതിന്റെ പ്രധാന സാക്ഷി കൂടിയാണ് ബാലചന്ദ്രകുമാർ. 5 നാൾക്കപ്പുറം കേസിൽ വിധി പറയുമ്പോൾ ഇത് കേൾക്കാൻ ബാലചന്ദ്രകുമാർ ഇന്ന് നമുക്കൊപ്പമില്ല. ഡിസംബർ 25 കേരളം ഞെട്ടിയ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ റിപ്പോർട്ടർ പുറത്തുവിട്ടത്. നടിയാക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കുരുക്കുന്ന നിർണായക തെളിവുകളാണ് ബാലചന്ദ്രകുമാറിലൂടെ പുറത്തെത്തിയത്. പ്രോസിക്യൂഷന് ആദ്യഘട്ടത്തിൽ ബാലചന്ദ്രകുമാർ കച്ചിത്തുരുമ്പായിരുന്നു. പിന്നീട് കേസിലെ മുഖ്യസാക്ഷിയായി മാറി. ഡിസംബറിൽ ദിലീപിന്റെ ആലുവയിലെ വസതിയായ പത്മസരോവരത്തിൽ പൾസർ സുനിയെ താൻ കണ്ടെന്നായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ പ്രധാന വെളിപ്പെടുത്തൽ. അവിടെ നിന്നും സുനി പണവുമായാണ് മടങ്ങിയതെന്നും റിപ്പോർട്ടറിലൂടെ ബാലചന്ദ്രകുമാർ വ്യക്തമാക്കി. പുള്ളിയുടെ വീട് ബാലചന്ദ്രന്റെ തൊട്ടടുത്ത ദിവസം ആണ് ഞാൻ പുള്ളിയുടെ വീട്ടിൽ പോകുന്നത്. സിനിമയുടെ ചർച്ചകൾക്കായിട്ട് തന്നെയാണ് പോകുന്നത്. ഒരു ചെറുപ്പക്കാരനെ പുള്ളി തോളത്ത് കൈയിട്ട് നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ ചെറുപ്പക്കാരൻ നേരത്തെ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. പുള്ളി ഒരാളിന്റെ ഷോൾഡറിൽ കൈയിട്ടാൽ അത് അടുപ്പമില്ലെങ്കിൽ കൈയിടില്ല. അപ്പൊ സുനി എന്ന് പറഞ്ഞ ഉടനെ അനൂപ് തിരുത്തി പറഞ്ഞു തന്നു, ഇവനെ സുനി എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല, ഇവനെ പൾസർ സുനി എന്ന് പറഞ്ഞാലേ അറിയും. അനൂപ് തന്നെ തമാശ രൂപേണ പറയുന്നുണ്ട്, എടാ നീ കാശം വെച്ചോണ്ട് ബസ്സിലൊന്നും പോരുതേ, വല്ലവനും അടിച്ചോണ്ട് പോകും. ഈ വെളിപ്പെടുത്തലുകൾ സാധൂകരിക്കുന്ന തെളിവുകളും ബാലചന്ദ്രകുമാർ പോലീസിന് കൈമാറിയിരുന്നു. കോടതിക്കകത്തും പുറത്തും പൾസർ സുനിയെ തനിക്കറിയില്ലെന്നായിരുന്നു 8ാം പ്രതി ദിലീപിന്റെ വാദം. വെളിപ്പെടുത്തലുകളും തെളിവുകളും പുറത്തുവന്നതോടെ ദിലീപിന്റെ ഈ വാദങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീഴുന്നതാണ് കേരളം കണ്ടത്. പീഡന ദൃശ്യങ്ങൾ 8ാം പ്രതി ദിലീപിന്റെ കൈവശമുണ്ടെന്ന് തെളിയിക്കുന്ന ശബ്ദരേഖ കൈമാറിയതും ബാലചന്ദ്രകുമാർ. ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ജഡ്ജിയെ പോലും സ്വാധീനിക്കാൻ ദിലീപും സംഘവും ശ്രമിച്ചെന്ന് വ്യക്തമായതും ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിലൂടെ. എനിക്ക് തോന്നുന്നു ഒക്ടോബർ മാസം 3-ാം തീയതി പുള്ളി ജാമ്യത്തിലിറങ്ങി. നവംബർ മാസം 15-ാം തീയതി പുള്ളിയുടെ വീട്ടിൽ ആ വീഡിയോ എത്തുന്നു. അന്നേ ദിവസം കുറ്റപത്രം കൊടുത്തിട്ടില്ല. അതായത് കുറ്റപത്രം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ദിലീപിന്റെ കൈകളിൽ ദൃശ്യങ്ങൾ എത്തി എന്നതാണ്. എത്തി. കേസിലെ പ്രധാന സാക്ഷിയായ ബാലചന്ദ്രകുമാറിനെ 49 ദിവസമാണ് വിസ്തരിച്ചത്. സാക്ഷിമൊഴികളുടെ വിശ്വാസ്യത തകർക്കാൻ വ്യാജ പീഡന പരാതി വരെ ഉയർന്നിട്ടും തളരാതെ മുന്നോട്ടു പോയി. വൃക്കരോഗം ബാധിച്ച് മരണത്തോട് മല്ലടിക്കുമ്പോഴും ബാലചന്ദ്രകുമാർ ആഗ്രഹിച്ചത് അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെന്ന് മാത്രം. എട്ടര വർഷത്തിനു ശേഷം നടിയാക്രമിച്ച കേസിന്റെ വിധി ദിനം വന്നെത്തുമ്പോൾ ബാലചന്ദ്രകുമാർ നമുക്കൊപ്പമില്ല. നിശ്ചയദാർഢ്യത്തോടെ അതിജീവിതയ്ക്ക് വേണ്ടി നീതിക്കായി പോരാട്ടം നടത്തിയ ബാലചന്ദ്രകുമാറിനെ ഈ ഘട്ടത്തിൽ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. റിപ്പോർട്ടർ ആർ റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.